അനിമേഷൻ ചിത്രനിർമ്മാണത്തിൻ്റെ വിശദീകരണം മുമ്പൊരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിരുന്നു. ഹിബിസ്കസ് ഗ്രൂപ്പിൻ്റെ ചിത്രീകരണ രീതി നമുക്കൊന്ന് പരിശോധിക്കാം. ഞങ്ങളുടെ പുതിയ പ്രോജക്റ്റാണ് മായാവി 2. അതിൻ്റെ സ്റ്റോറി ബോർഡാണ്. അതായത് ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് നമ്മളെ കൈ കിട്ടുമ്പോഴത്തേക്ക് ഞങ്ങൾ അതിനെ ഓരോ സീൻ ബൈ സീനായിട്ട് വരച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ്. ജസ്റ്റ് നമുക്ക് പ്ലേ ചെയ്ത് കാണാം. ഇതാണ് ഞങ്ങളുടെ സ്റ്റോറി ബോർഡ്. ഇനി ഞങ്ങൾ അനിമേഷനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതിന് റെഫറൻസ് എടുക്കും. അത് ഞങ്ങൾ അനിമേറ്റേഴ്സ് തന്നെയാണ് ഷൂട്ട് ചെയ്ത് ആക്ട് ചെയ്തത്. അത് ഞങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. എടാ ലുട്ടാപ്പി, മായാവിയെ കിട്ടിയാ നിനക്ക് ഞാനൊരു സൂത്രം തരും. ഓം ഹ്രീം ബും. പിന്നെ മോഡലിംഗിൽ തന്നെ ഞങ്ങൾ 2 സെക്ഷനായിട്ടാണ് ചെയ്തത്. കാരണം ക്യാരക്ടർ മോഡലിങ്ങും പ്രോപ്സ് മോഡലിങ്ങും. പ്രോപ്സ് മോഡലിങ്ങും ക്യാരക്ടർ മോഡലിംഗ് കഴിഞ്ഞാൽ ഞങ്ങൾ റിഗ്ഗിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഇതിപ്പം കാത്തു എന്ന പ്രോജക്റ്റിലെ മെയിൻ ക്യാരക്ടറാണ് കാത്തു. മോഡലിംഗ് പ്രോസസ്സൊക്കെ കാണുന്നത്. ഇത് ഞങ്ങൾ മറ്റൊരു പ്രോജക്റ്റ് മായാവി എന്നൊരു പ്രോജക്റ്റിലെ മെയിൻ ക്യാരക്ടറാണ്. ഇതിനായിട്ട് ഞങ്ങൾ ആദ്യം അതിൻ്റെ 2D സ്കെച്ചസ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ സോഫ്റ്റ്വെയറിൽ കൊണ്ടതിന് ശേഷം അതിൽ ഇൻബിൽഡായിട്ടുള്ള ഓപ്റ്റിക്സ് ഉപയോഗിച്ച് ഞങ്ങൾ അതിൻ്റെ 3D ബിൽഡപ്പ് ചെയ്തത്. അത് ബിൽഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ ബിൽഡിംഗ് ആണ്. അത് പ്രോപ്പർട്ടീസിൽ പെടും. ഇപ്പം നമുക്ക് അതിലോട്ട് പോകാം. റിഗ്ഗിങ് എങ്ങനെ നടക്കുന്നു നോക്കാം. ടെക്സ്ചറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മോഡലിംഗ് റിഗ്ഗിങ് കഴിഞ്ഞ ഒരു ക്യാരക്ടറും ഒരു ക്ലേ മോഡലിങ്ങിൻ്റെ രൂപത്തിലുള്ള ക്യാരക്ടറും അതിനെ നമ്മൾ കാണുന്ന വിഷ്വൽ കാണുന്ന കളർ അതിൻ്റെ സ്കിന്ന് ആ ടോണെല്ലാം ചെയ്യുന്നതാണ് ടെക്സ്ചറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ UV എടുത്ത് അൺറാപ്പ് ചെയ്ത് അതിൻ്റെ ഒരു ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യുന്ന രൂപത്തിലാക്കിയിട്ടാണ് അത് അതിൽ പെയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോഷോപ്പിൽ അത് വർക്ക് ചെയ്തിട്ട് അത് കൺവേർട്ട് ചെയ്ത് മായയിലോട്ട് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ UV കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ക്യാൻവാസ് രൂപത്തിലാക്കാൻ വേണ്ടി നമ്മൾ ആ ഫ്രെയിമിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. കട്ട് ചെയ്തതിന് ശേഷം നമ്മളതിനെ ഈ രൂപത്തിൽ അൺട്രാപ്പ് ചെയ്ത് ഓരോ സെക്ഷനും തലയും ഓരോ സെക്ഷനിൽ നമ്മളിങ്ങനെ ഒരു ക്യാൻവാസിൻ്റെ രൂപത്തിലാക്കിയിട്ട് അത് ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്നിട്ട് അതിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ അത് പെയിൻറ്റ് ചെയ്തിട്ട് ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മായയിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ ക്യാൻവാസിൻ്റെ രൂപത്തിൽ എടുത്ത ഓരോ ഭാഗത്തും വരുന്ന അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന് പറയുന്ന ഭാഗങ്ങളിൽ കട്ട് വരുന്നത് നമ്മൾ കറക്റ്റ് ചെയ്ത് അവിടെ പിന്നെ പെയിൻറ്റ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞങ്ങളിവിടെ മഞ്ചാടിയുടെ 4ാമത്തെ എപ്പിസോഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് സ്റ്റോറി ബോർഡ് ആദ്യമേ സ്റ്റോറി കിട്ടിയാൽ ഞങ്ങൾ ആദ്യം സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി അത് പിന്നെ അനിമാറ്റിക്സ് രൂപപ്പെടുത്തും. അതിനകത്താണ് അതിൻ്റെ ടൈമിങ്ങും മറ്റും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അത് ആ അനിമാറ്റിക്സ് പിന്നെ അനിമേറ്റേഴ്സിന് ഷോട്ട് ചെയ്യാനായിട്ട് പോകും. അത് പിന്നെ അത് കളക്ട് ചെയ്ത് പിന്നെ നമ്മളത് പ്രീമിയറിൽ എഡിറ്റ് ചെയ്ത് അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്.
ലൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ലൈറ്റിങ്, കമ്പോസ്റ്റിങ് ഈ 2 കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെയാണ്. അനിമേഷൻ ഡയറക്ടേഴ്സിൻ്റെയും ഡയറക്ടറുടെയും നിർദ്ദേശപ്രകാരം ഷോട്ടുകൾ ലൈറ്റ് ചെയ്യപ്പെടുകയും അതിനുശേഷം ഫൈനൽ ഔട്ട് കമ്പോസ്റ്റ് ചെയ്ത് എഡിറ്റിംഗ് സ്റ്റുഡിയോയിലേക്ക് പോവുകയും ചെയ്യുന്നത് ഇവിടെ നിന്നാണ്.